അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കറ്റാർവാഴയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മുന്നേ ഞാൻ കറ്റാർവാഴയുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അന്ന് ഞാനതിൽ പറഞ്ഞിരുന്നു, ഇതിലുള്ള ചെറിയ തൈകളൊക്കെ നമ്മൾ ചെറിയൊരു ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ട് അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു 4-5 ചട്ടിയിൽ ഇതിൻ്റെ തൈകൾ പറിച്ച് നട്ടതാണ്. ഒരുവിധം പിടിച്ച് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിലധികമായിട്ടുണ്ട് ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ട്. ഇപ്പോൾ ഒക്കെ എല്ലാം ഉഷാറായി പിടിച്ച് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ ഇതിലെന്തായാലും വളർത്താൻ പറ്റില്ലല്ലോ, ചെറിയ ചട്ടിയല്ലേ. അപ്പോൾ ഇതുപോലുള്ള ഇതിനേക്കാളും വലിയ ചട്ടി ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഇതിൻ്റെ ചെറിയ തൈകളൊക്കെ അടിയിൽ നിന്ന് പൊട്ടി വരുമ്പോൾ അതിന് വളരാനുള്ളൊരു കുറച്ചൊരു വീതി വിസ്താരമുള്ളൊരു ചട്ടിയാണല്ലോ എപ്പോഴും നല്ലത്. കുറച്ച് വായ്വട്ടം കൂടുതലുള്ള ചട്ടിയാണ് നല്ലത്. അപ്പോൾ അങ്ങനത്തെ ചട്ടി എൻ്റെ കയ്യിലില്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചട്ടിയിൽ നട്ടത്. എന്നാലും കുഴപ്പമില്ല, ചെറിയ ചെറിയ തൈകളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് ഇതിൽ. കണ്ടില്ലേ, അമ്മയും മക്കളും കൂടെ നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ചട്ടിയിലും നട്ടതുപോലെ ഓരോ തൈകൾ വളർത്തി നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഏതായാലും പറിച്ച് നട്ടോന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് കരുതിയാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ഇതിൻ്റെ തടത്തിൽ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ ചട്ടിയുടെ ഹോള് എന്തായാലും നല്ല ഉറപ്പ് വരുത്തണം. ആദ്യം കുറച്ച് കല്ലുകൾ, ചെറിയ ചെറിയ കല്ലുകൾ, മെറ്റല പോലത്തെ അങ്ങനെയുള്ള കല്ലുകൾ കുറച്ചിട്ട് കൊടുക്കണം. അതായത് വെള്ളം വാർന്ന് പോകുമ്പോൾ മണ്ണ് പോവാത്ത വിധത്തിലായിട്ട് ആയിരിക്കണം. അങ്ങനെ തന്നെ എല്ലാ ചെടികൾ വെക്കുമ്പോഴും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് കറ്റാർവാഴ പോലുള്ള. കാരണം ഇതിൽ പെട്ടെന്ന് വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നശിച്ചു പോണൊരു സംഭവമാണല്ലോ ഇത്. സാധാരണ ചെടികൾ പോലെ അല്ലല്ലോ, പെട്ടെന്ന് ഒരു ഇതാവും. അപ്പോൾ മഴക്കാലത്ത് കഴിഞ്ഞ് ഇത്രത്തോളമൊക്കെ ആയിട്ടൊന്നും ഇവർക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. മാഷാ അല്ലാഹ് നല്ല ഉഷാറായിട്ട് തന്നെ ഇവർ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.